നാട്ടികയിൽ LDFിന്റെ സിറ്റിംഗ് MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നതോടുകൂടി NDAയും LDFും ഒരുപോലെ വെട്ടിലായിരിക്കുകയാണ്. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ മുൻ MLAയുടെ വികസനവും വികസന മുരടിപ്പും പറയാനും പറയാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇരുകൂട്ടരും. LDFിന് മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പൂർണ്ണമായും കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 5 വർഷം തങ്ങളുടെ MLA ആയിരുന്ന ആൾ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ CC മുകുന്ദനെ അറിയാതെ പോലും പ്രശംസിക്കാൻ പാടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇടതുമുന്നണിക്ക് തലവേദനയാണ്. എന്നാലും എങ്ങനെയെങ്കിലും അത് ചെയ്തല്ലേ പറ്റൂ. അതിനുള്ള വഴിയും അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മുൻ എന്ന് പറയുന്നില്ല, പക്ഷെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇപ്പോൾ 15 വർഷം ഈ മണ്ഡലം LDFിന്റെ കോട്ട തന്നെയാണ്. ഗീതാഗോപി മത്സരിച്ച് MLA ആയി വന്നതിന് ശേഷം ഈ നാട്ടിക മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വലിയ വികസനം, അതിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വേർപ്പും ചോരയുമാണ് അദ്ദേഹത്തെ MLA ആക്കിയത്. അദ്ദേഹം നേരെ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോൾ യാതൊരു തരത്തിലും അദ്ദേഹത്തെ ഇവിടെ നിലം തൊടിയിക്കില്ല. കേരളത്തിലെ 139 മണ്ഡലങ്ങളിലും MLAമാരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി BJP വോട്ട് തേടുമ്പോൾ നാട്ടികയിൽ മാത്രം അവർക്ക് അതിന് കഴിയാത്ത സ്ഥിതിയാണ്. സിറ്റിംഗ് MLA മുന്നണി മാറി തങ്ങളുടെ സ്ഥാനാർത്ഥിയായല്ലോ, പിന്നെ എങ്ങനെ ആ തന്ത്രം ഇവിടെ നടപ്പാക്കും? അതാണ് BJP നേരിടുന്ന പ്രതിസന്ധി. ഇടതുമുന്നണിയെ പോലെ തന്നെ NDAയും അതിന് കൃത്യമായ വിശദീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നാട്ടികയിൽ വികസനം നടപ്പാക്കിയത് സർക്കാരിന്റെ മിടുക്കല്ല, ജനങ്ങൾക്ക് വേണ്ടി താൻ ചെയ്തതാണ് എന്നാണ് CC മുകുന്ദൻ ഇക്കാര്യത്തിൽ പറയുന്നത്. മാത്രമല്ല, താൻ ജയിച്ചാൽ കേന്ദ്ര ഫണ്ട് ഇഷ്ടം പോലെ ലഭിക്കും എന്നുള്ളതും CC പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരെ ഫണ്ടാ? ഈ ഫണ്ടൊക്കെ ജനങ്ങളുടെ ഫണ്ടല്ലേ? നമുക്ക് തരും. നമ്മൾ ഇവിടേക്ക് ജനങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതി, ആ ഫണ്ടം ഓരോ MLAമാർക്ക് 140 MLAമാർക്ക് ബാധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വലിയ സംഖ്യ നമ്മുടെ മണ്ഡലത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ NDA സർക്കാരിൻ്റെ വികസനമായി കൂട്ടിയോജിപ്പിച്ച് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വികസനം നമ്മുടെ ഈ മേഖലയിൽ നടപ്പാക്കി മുന്നോട്ട് പോകും. എന്തായാലും രണ്ടു കൂട്ടരും ഒരു നൂൽപാലത്തിലൂടെ നടക്കുകയാണ്. പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളോ വാചകങ്ങളോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് മുന്നണി സമവാക്യങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ നാട്ടികയിൽ വളരെ കരുതലോടുകൂടിയാണ് ഗീതാഗോപിയും CC മുകുന്ദനും പ്രചാരണം നടത്തുന്നത്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.